താര എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഒരു മിനിറ്റ്. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ ഇവിടെ, ഒന്നും കേക്കുന്നില്ല. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാം. അനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, താര എനിക്കിത് പറയാണ്ട് പറ്റൂല. ഞാൻ ഇത് ചൊല്ലിയാവണം. ഐ ലവ് യു. ക്ലാപ്പ് ക്ലാപ്പ് പറഞ്ഞില്ല. ശരിയാ. അല്ല, എനിക്ക് ഷമീരോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ മതിയോ? ഷമീർ അല്ല അപ്പൊ ഇതല്ലോ ഒരു 5 മിനിറ്റ് നമുക്ക് സംസാരിച്ചാലോ? അപ്പൊ ഇത്രയും സെറ്റപ്പ് അല്ല നിങ്ങക്ക് ഇവിടെ സംസാരിക്കണതിന് ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഇവിടെ സംസാരിക്കാം. ഞങ്ങൾ മാറി തരണോ? കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം. കൊമ്പിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ബ്രോ നിങ്ങൾ ഇതിന്റെ ഇടയിലാണ്. അല്ല, ഇത് കൊമ്പിനോടാണോ എന്നോടാണോ? ഓക്കെ. ഷമീർ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കെന്നാ മാറി സംസാരിക്കാം. അതാണ് നല്ലത്. ഒന്ന് വരുമോ അങ്ങോട്ട്? അല്ല, ഞാൻ ഇത്രയും സെറ്റപ്പ്. ഹലോ ചന്ദ്ര മൂഞ്ചിയടാ, മൂഞ്ചി ചന്ദ്രയാടെ ചന്ദ്ര, ഞാൻ മൂഞ്ചിയടാ. സംസാരിച്ചിട്ട് വരാം. എന്താ പറയാ, മലയാളം ഇത് എങ്ങനെ പറയടാ? എന്താ സംഭവം? നീ ഒരു ലൈക്ക് പാവാണ്, ഇന്നസെന്റ് ആണെന്ന് എനിക്ക് ഒരു ഇതുണ്ട് എന്റെ മനസ്സിൽ. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. ഹോപ്പ്ഫുള്ളി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ചില കാര്യത്തിന് നമ്മളുടെ റിലേഷൻ കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നൊരു പേടി. അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അനക്ക് നീ പറഞ്ഞതിൽ ഇപ്പൊ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അന്റെ ഇതും കൂടി മനസ്സിലാക്കണം. അനക്ക് കൊമ്പി ഞാൻ ഒരു സത്യം അത് മനസ്സിലായി. അല്ല, കൊമ്പിയാണ് പ്രശ്നമെങ്കിൽ കൊമ്പി എന്നെ 2 പ്രാവശ്യം. കൊമ്പി പ്രശ്നമല്ല, അതല്ല ഞാൻ പറയുന്നത്. അന്ന് ബാലൻ ലൈക്ക് എന്തിനാ റിജക്ട് ചെയ്തെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ലൈക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി എന്തിനാന്ന് മനസ്സിലായില്ല. അല്ല, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. രണ്ട് ആൾക്കാർ 2 ഫാമിലീസിലുള്ളപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് ഇത് ഭയങ്കര ശോകമാവും. സോ ഇപ്പൊ എനിക്ക് മനസ്സിലായി. ലൈക്ക് ഞാനും ഇപ്പൊ ബാലൻ വിചാരിക്കുന്ന പോലെയാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളും ആണ്. അല്ല, ഒരേപോലെ ആലോചിക്കുന്നുണ്ട്. മനസ്സിലായോ? അല്ല, കണ്ടോ ഷമീറിന് ഇങ്ങനെ ചൂടാവല്ലേ? ഇങ്ങനെ ചൂടാവല്ലേ ഷമീര്? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് ഭയങ്കര മനസ്സിലായോ? സോ ഞാൻ പറഞ്ഞതൊന്ന് മനസ്സിലാക്ക്. ടൈം വേണമെന്നല്ല, നമ്മള് കുറച്ച് ദിവസം നമ്മള് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ടൈം കുറവാണല്ലേ? അല്ലേ? നമ്മൾ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ടൈം സ്പെൻഡ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ഡേറ്റിംഗ്. ഓക്കെ, ഇത് സ്ഥിരം പെമ്പിള്ളേർ പറയുന്ന ട്രിക്ക് അല്ലേ?
ഓ അപ്പൊ നീ എന്നെ അങ്ങനെയാണോ? അല്ല അയ്യോ ഞാൻ ലൈക്ക് അങ്ങനല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല താര. എനിക്ക് ഒരാളെ പറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബിക്കോസ് ഇപ്പൊ ഞാൻ നിന്നോട് പറയുന്നത് തന്നെ എനിക്ക് എത്ര വിഷമാവുന്നത് എനിക്കറിയാം. ബിക്കോസ് ഞാനും ആ ഒരു സ്റ്റേജിൽ നിന്ന് വന്നതാ. ഓക്കെ, അപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കാം. ഉം. ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കൂടി നമ്മൾക്ക് ഇതാക്കിയിട്ട് ഇങ്ങനെ ഒരു ഇതാക്കാം. ഞാൻ കുറച്ച് എടുത്ത് ചാടി, ഞാൻ വിചാരിച്ചു നീ എസ് പറയുന്നു വിചാരിച്ച് എനിക്ക് ഇനതാ. അത് കുഴപ്പമില്ല. എസ് പറയാതിരിക്കാൻ അല്ല, അത് എന്റെ ജീവിതം അങ്ങനെ തന്നെ. അത്ഭുതമൊന്നുമില്ല. അത്ഭുതം അല്ല. ഞാനൊരു കാര്യം പറയട്ടെ. സിനിമ കാണുന്ന ഇതെന്താണ്? ഒരു മിനിറ്റ് മക്കളെ, ഇതെന്താന്ന്? ഇത് KGF 3 ഇതെന്താ ഇടാ? പോട്ടെ അവര് ഒരു മിനിറ്റ്. ഇനി ഫോട്ടോ ഒന്നും എടുക്കണ്ട. എന്തിനാ ചില്ലിൽ വെക്കാനോ? ഫുഡ് എവിടെയെന്ന് ഞാൻ കേറ്ററിങ്ങിന് വന്നതല്ല. നീ അങ്ങോട്ട് മാറി നിന്നോടാ പച്ചമുടിയാ. അതാണ് എന്നെ ഞാൻ ഒന്നായത്. ഷമീർ കാം ഡൗൺ. നീ ആദ്യം പറഞ്ഞിട്ട് ഓക്കെ. ഇങ്ങനെ പെട്ടെന്ന് ഒരാള് വന്നപ്പോൾ ചൂടാവല്ലേ? ഇല്ല. നീ എനിക്ക് ക്വൈറ്റ് ഓപ്പോസിറ്റ് ആണ് ഇപ്പോ. ഞാൻ സേഡാണോ? അല്ല ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷമീരെ, മനസ്സിലായോ? എനിക്ക് നിന്നോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ എന്തായാലും യെസ് പറയും. പിന്നെ നമ്മളെ ജീവിതം അങ്ങോട്ട് മുമ്പോട്ടുള്ള ജീവിതം പ്ലാൻ ചെയ്ത് അങ്ങനെ കുറെ പ്ലാനിങ്ങുമായിട്ട് ഞാൻ നിന്നതാ. അപ്പൊ ആ പ്ലാനിങ് മുഞ്ചതിന്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ട്. പിന്നെ നീ പറഞ്ഞ പോലെ നിനക്ക് ടൈം വേണമെങ്കിൽ ഓക്കെ, നമുക്ക് ടൈം എടുക്കാം, കുഴപ്പമില്ല. ഞാൻ റെഡിയാ. ഉറപ്പാ. ഞാൻ വെയിറ്റ് ചെയ്യും. എടാ നാറി ഒന്ന് വായി വിട്ട്. ഓക്കെ, അതൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടാ. അല്ലെ നിനക്ക് കൊമ്പിയായിട്ട് എന്തെങ്കിലും ഈഗോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ല. ഇപ്പൊ എനിക്കും കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ എന്റെ കൂടെ നിക്കുമ്പോൾ നിനക്ക് വിഷമാവുന്നുണ്ടോ? എനിക്ക് കുറച്ച് ഇതാവും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ട്രസ്റ്റ് വേണം ഷമീർ. ഇപ്പോ ഞാൻ ട്രസ്റ്റ് വേണം. ട്രസ്റ്റ് ഉണ്ടല്ലോ അത് എനിക്കുണ്ട്, അതുകൊണ്ടാ പറയുന്നേ. പിന്നെന്തിനാ നീ കൊമ്പിന്റെ ഇതും പറഞ്ഞിട്ട്? അല്ല, നീ വീണ്ടും കൊമ്പി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഡൗട്ട് വന്ന അത്രേ ഉള്ളൂ. ഞാൻ അപ്പൊ തന്നെ തീർത്തതല്ലേ, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞതല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കൊമ്പി എന്റെ പുറകെ നടക്കുന്നതാണ്. ഇവള് എന്റെ അടുത്ത് എത്ര കാലമായി എന്ന് പറയും, അന്വേഷിട്ടാന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. ഞാൻ ഇത് ഇതാക്കാത്തില്ലേ, ഞാൻ ഇത് എടുക്കലില്ലല്ലോ. ഞാൻ ഓളോട് എന്താ പറയല്, എനിക്ക് താര മതി എന്നാ ഞാൻ പറയല്. ഫുഡൊന്നുമില്ല, ഇത് മരിച്ച വീടായി ഇതിപ്പോ. ഹലോ, പറഞ്ഞോ. സോറി. അത് കുഴപ്പമില്ല, നമുക്ക് ഫുഡ് കിട്ടിയാ മതി. ഇവനെല്ലാം ആരാ വിളിച്ചിന്? ചന്ദ്ര എന്നെ കൂട്ടിയിട്ട് വന്നേ. ചന്ദ്രൻ കൂട്ടിട്ട് വന്നേ, എന്നാ കുഴപ്പമില്ല. അല്ല, ഞാൻ ഇവിടെ റിജക്ഷൻ കിട്ടി നിൽക്കുമ്പോ പോവാൻ ചോദിക്കുന്ന എന്റെ അടുത്ത് ഫുഡ് എവിടെ ഉള്ളേന്ന്. അപ്പൊ നമുക്കെന്നാ വെയിറ്റ് ചെയ്യാം, വേറെ കുഴപ്പമില്ല. ഞാൻ വെയിറ്റ് ചെയ്തോളാം, കുഴപ്പമില്ല. എത്ര ദിവസം വെയിറ്റ് ചെയ്യാൻ എനിക്ക് വേണ്ടി? ഞാൻ എത്ര വേണേ വെയിറ്റ് ചെയ്യാം, നീ പറയുന്ന വരെ, നിന്റെ സമയം വരെ. അതുവരെ ചിലപ്പോ അതിന്റെ ഉള്ളില് എന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും അതിന്റെ ഇടയിൽ ഞാൻ ചിലപ്പോ പറയട്ടെ അതിന്റെ ഇടയിൽ ഞാൻ ചിലപ്പോ പിസ്സ കഴിക്കാനോ ബർഗർ കഴിക്കാനോ ഞാൻ പോവും. അതിലെന്താ തെറ്റുണ്ടോ? അതല്ലല്ലോ നീ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ അങ്ങനെ പോക്കുണ്ട്. ഞാൻ ബർഗർ തിന്നാനും പിസ്സ തിന്നാനും ഞാൻ പോക്കുണ്ട്. അങ്ങനെ ഞാൻ പോകും. അതിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. വെറുതെ ഫുൾ പറയുന്ന കേൾക്കാണ്ട് ഇങ്ങനെ എന്തല്ലോ പറയില്ല. ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഉദ്ദേശിച്ചതാ. ഞാൻ അങ്ങനെ പറഞ്ഞതാ. ഇത് എന്താണ്? ഓക്കെ സമീരെ, പറഞ്ഞോ. എന്റെ ഫൈനൽ തീരുമാനം ഞാൻ പറയട്ടെ. ഫൈനൽ തീരുമാനം പറഞ്ഞോളൂ. ഒരു പാട്ട്. മാടി അതാ കുളത്തിന്റെ അതായാലും കുളിക്കാൻ പോയിട്ടുണ്ട്. ഒരു പാട്ട്.
ഞാൻ പണ്ടൊരാളോട് ചോദിച്ചായിരുന്നു ഷെയ്ക്ക് ഒരു എപ്പോഴും പാട്ടെ. എന്റെ കൂടെ ഉണ്ടാവുമെന്ന്. ഷമീർ ഞാൻ ആ പറഞ്ഞിട്ടില്ലേ? കേക്കോ പറ 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 പറ. ഞാനേ പണ്ട് ഒരാളോട് ചോദിച്ചായിരുന്നു, എന്റെ എക്സിനോട് ചോദിച്ചായിരുന്നു എന്ത് എന്റെ ചോദിച്ചാ? കൂടെ ഉണ്ടാവുമെന്ന്, ബാലന്റെ അടുത്ത്. എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന്. അതെ, ആ പക്ഷേ ഇപ്പൊ കൂടെ ഇല്ല. നീ ഉണ്ടാവോ കൂടെ? താരാ നീ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേ. ഞാൻ എന്നും അല്ല ഹഗ്ഗ ഹഗ്ഗ ഒച്ചപ്പാടുണ്ടാക്കല്ലോ. ഞാനേ താരാ സുമരെ പറ. ആ പറ. നീ സൈഫറെ നിനക്ക് മുട്ടക്കച്ചവടം നടത്തണമെങ്കിൽ നീ അങ്ങോട്ട് ആ മൂലക്ക് പോയിട്ട് നടത്തേ. ഷമീർ, ഓക്കെ ഷമീർ, സോറി ഷമീർ, സോറി. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട് പോവാവേ, എനിക്ക് സമയമായി. പറ 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 പറ. നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. ഐ ലവ് യു. ഐ ലവ് യു പറഞ്ഞു ചന്ദ്ര, ഐ ലവ് യു പറഞ്ഞു ചന്ദ്ര. ഒരു മിനിറ്റ് എടാ, കേക്കാത്തവർക്ക് വേണ്ടി താര ഒന്നും കൂടി പറയുന്നതാണ്. താര പറഞ്ഞ കേട്ടിട്ടില്ല. അല്ല, കേക്കുന്ന ആൾക്കാർ കേട്ടത് അതില്ലേ? അല്ല, ഒന്നും കൂടി ഒന്ന് ഉറക്കെ പറ. എത്ര ആൾക്കാർ വന്നാലേ താര. താര ഒന്നുകൂടെ പറയേ. താരക്ക് ഷബീറിനെ ഐ ലവ് യു ഷബീർ ഖാൻ കൊച്ചത്തിലങ്ങ് വിളിച്ചൂട്. ആ വിളിക്ക്. എന്നാലേ നമുക്ക് ഫുഡ് കിട്ടും പ്ലീസ്. അതിന്റെ മോനെ പറ പറ ഒന്നുകൂടി പറ. അല്ല, നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരെ നമ്മളും ഇഷ്ടപ്പെടണമെന്നാണ് എന്റെ അമ്മ പറഞ്ഞത്. അമ്മക്ക് ഓടിപ്പൊന്നിയും കിട്ടും. നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ല. അടുക്കെ അനക്കൊരു കാര്യം പറയണ്ട്, അനക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയണ്ട്, അനക്കൊരു കാര്യം പറയണ്ട്. താരാ പറ ഷമീരെ. ഇതേതാ ഈ ടെസ്ലനെ പോലത്തെ ഒരുത്തൻ? ഇവനേതാ? ഇതേതാ ഇവൻ? ബ്ലാക്ക് കോട്ടിട്ട് ബ്രോ എന്ന് അറിഞ്ഞ കല്ല് വന്ന്. എടാ, ഈ വൈറ്റ് ഡ്രസ് ഇട്ടാണ്ട് ഈ റോസ് പിങ്ക് ഹെയർ ഉള്ള ചങ്ങായാരാന്ന് കൊറേ നേരം ഇതിന് നടുവിൽ വെക്കുന്ന. ഇത് കൊറേ ആളുണ്ട്, ആരാന്നൊന്നും തരൂല. ഓക്കെ താര പറ ഷമീർ പറ. താര, എന്റെ ഹൃദയത്തിൽ എന്നും സ്ഥാനം നിനക്കാണ്. ഐ ലവ് യു. എങ്ങനെയുണ്ടായിരുന്നു ഡയലോഗ്? അടിപൊളിയാണ്, അടിപൊളിയാണ്. താങ്ക് യു.